ദേശീയപാതയുടെ വർക്കിന്റെ അപ്ഡേഷൻ നൽകുന്ന റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് മൂരാട് പാലം, പാലോളിപ്പാലം ഈ ദേശീയപാതയിലാണ്. പാലോളിപ്പാലം, മൂരാട് പാലം ദേശീയപാതയിൽ 6 വരിയും താറിങ് പൂർത്തിയായതാണ്. താറിങ് അല്ല, കോൺക്രീറ്റിംഗ് റോഡാണ്. 6 വരിയും ദേശീയപാത തുറന്നു കൊടുത്തതിന്റെ രാത്രികാല കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ചെയ്ത് കാണാൻ സാധിക്കും. ഒരുപക്ഷെ മാഹി ബൈപ്പാസിൽ പോലും ഇത്രയും സ്ട്രീറ്റ് ലൈറ്റുകൾ ഓൺ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ചില ഭാഗങ്ങളിൽ മാത്രമാണ് മാഹി ബൈപ്പാസിലൊക്കെ ഓൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പാലിയാട്ട് നട, പാലോളിപ്പാലം, മൂരാട് ഭാഗങ്ങളിൽ 6 വരിയിലും പൂർണ്ണമായും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ചാലു ചെയ്ത് ആക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി വർക്ക് നടക്കാനുള്ളത് ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് ഇത്രയും പെട്ടെന്ന് നടന്നില്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സർവീസ് റോഡിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അരവിന്ദ ഘോഷ് ഭാഗത്തുള്ള സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്തും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓൾറെഡി ചാലു ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഫുട്പാത്തിന്റെ വർക്കും കഴിഞ്ഞ് ഫുട്പാത്തിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ക്രാഷ് ബാരിയർ, സ്റ്റീലിനകത്ത് നിർമ്മിച്ചിട്ടുള്ള ക്രാഷ് ബാരിയറിന്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പം നല്ല രീതിയിൽ വർക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് മാത്രമാണ് ഇവിടെ നടക്കാനുള്ളത്. നമ്മുടെ 3ഓളം സ്കൂളുകൾ ഈ ഭാഗത്തുണ്ട്. അതായത് ചീനുംപേട് ജെ.എൻ.എം. സ്കൂൾ, അതോടൊപ്പം ചെട്ടിയാർ സ്കൂൾ. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ പാസ് ചെയ്ത് പോകണമെങ്കിൽ നിലവിൽ ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ടുള്ള ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അത് അത്രയും പെട്ടെന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ രാത്രിയിലും നമുക്ക് ഇവിടെ വർക്കൊക്കെ എടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഫുട്പാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യമല്ല, ഇത് രാത്രിയിൽ വർക്ക് എടുക്കുന്നുണ്ടെങ്കിലും ഇത് നാഷണൽ ഹൈവേയുടെ വർക്കല്ല കേട്ടോ. ഇതിവിടെയുള്ള ഒരു കിയയുടെ ഷോറൂം വന്നിട്ടുണ്ട്. അവിടെയുള്ള അവരുടെ ബോർഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ രാത്രിയിൽ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അരവിന്ദ ഘോഷ് ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ്. അരവിന്ദ ഘോഷ് ഭാഗങ്ങളിൽ ഇതേപോലെ സർവീസ് റോഡിൽ വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരു പ്രയാസം നിലവിലുണ്ട്. കാരണം ആകെ സർവീസ് റോഡ് രണ്ട് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യമുള്ളൂ. അപ്പം ഇവിടെ സ്പേസിൽ 2 വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 ഭാഗത്ത് വൺ വേ അല്ലത്. അപ്പോൾ ഇവിടെ എത്ര വാഹനങ്ങൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് മനോഹരമായിരിക്കും. നമ്മുടെ വീഡിയോ കൂടുതൽ നല്ല മോട്ടിവേഷൻ നമുക്ക് നൽകാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം.